നമ്മുടെ ബോളിവുഡിലൊരു സിനിമയാണ് ഇന്ന് കണ്ടുവരുന്ന ലാവിഷായിട്ടുള്ള ആഡംബര കല്യാണങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ലെങ്കിൽ വിശ്വസിക്കുന്ന കാണുന്ന ഒരു സിനിമയാണ് ഇതിനെല്ലാത്തിനും തുടക്കമിട്ടത്. ഒരു സിനിമ നമ്മുടെ ജീവിതത്തോട് നമ്മുടെ ചിന്താഗതിയോടെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഉത്തര ഉദാഹരണമാണ് 1994 ഓഗസ്റ്റിൽ ഇറങ്ങിയ സൽമാൻ ഖാനും മാധുരി ദീക്ഷിത് അഭിനയിച്ച ഹം ആപ്കെ ഹേ കോൺ എന്ന സിനിമ. ഇതിപ്പോൾ നമ്മൾ ഈ അംബാനി വെഡ്ഡിങ്സ് എല്ലാം കണ്ട് മീൻസ് ഒരാഴ്ച നീണ്ടിരിക്കുന്ന കല്യാണം, 3 മാസം നീണ്ടിരിക്കുന്ന കല്യാണം എല്ലാം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ബട്ട് ഇതിനെല്ലാം തുടക്കമിട്ടത് ആ ഒരു സിനിമയാണ് ഹം ആപ്കെ ഹേ കോൺ. ആ സിനിമ ഇറങ്ങിയ കാലത്ത് എന്ന് പറയുകയാണെങ്കിൽ ആ സിനിമയിൽ ഒരു പാട്ടുണ്ട് നമ്മുടെ ആ പാട്ടില്ലാണ്ട് പിന്നെ ഒരു കല്യാണം ഇല്ല എന്ന് പറയാൻ ഇപ്പോൾ മീൻസ് അത്രയ്ക്ക് ഇമ്പാക്റ്റാണ് അത് സൊസൈറ്റിക്ക് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഈ പുറം നാടുകളിൽ, അതായത് ഹിന്ദി നോർത്തിലൊരു ആചാരമുണ്ട്, ഈ ചെക്കൻ വരുമ്പോൾ ചെക്കൻ്റെ ഷൂ അടിച്ച് മാറ്റിലും ചെക്കൻ കാശ് കൊടുക്കുമ്പോൾ ആ ഷൂ തിരിച്ചു കൊടുക്കുന്ന പരിപാടി. അത് വളരെ ഒരു ചുരുങ്ങിയ റീജിയനിൽ മാത്രം ഉണ്ടായ പരിപാടിയാണ്. ഈ സിനിമയിൽ അത് കാട്ടിയാൽ പിന്നെ അത് മൊത്തത്തിൽ അങ്ങ് വ്യാപിച്ചു. നോർത്തിൽ മൊത്തം ഷൂ മോഷണമായി, മീൻസ് വരൻ്റെ ഷൂ മോഷണം, കാശ് കൊടുത്ത് തിരിച്ചിട്ടു, അങ്ങനത്തെ ടൈപ്പ് ഐറ്റം. അതുപോലെ തന്നെ ഒരു കുഞ്ഞു പട്ടിയാണ്, വെള്ള പട്ടിയുണ്ട് ഇതിൽ, ടഫി എന്നുള്ളത് ഒരു പോമറേനിയൻ പട്ടിയാണ്. ആ പട്ടീനെ വാങ്ങണതും കൂട്ടി ആൾക്കാർ പിന്നെ മൊത്തം അതിനെ വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ആ പട്ടിയും പെരുകി. ഇതൊക്കെ അതുപോലെ തന്നെ നമ്മുടെ മാധുരി ദീക്ഷിതിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ വളരെ അധികം ആ സിനിമയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. മീൻസ് ബാക്കിയുള്ള വെഡ്ഡിങ്സിൽ അതേപോലത്തെ മോഡൽ വന്ന് അതേപോലത്തെ ഷേപ്പിലോട്ട് പഠിക്കാൻ തുടങ്ങി. ആ സിനിമ കല്യാണം എന്ന് പറഞ്ഞാൽ പിന്നെ ഹം ആപ്കെ ഹേ കോൺ ആയ കാലം പറഞ്ഞത് അത് നന്നായിട്ടൊരു പോപ്പ് കൾച്ചർ പടം പോലെയാണ് അത് പിന്നെ വന്നേക്കുന്നത്. ഇതിപ്പോൾ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് കണ്ട നമ്മുടെ അംബാനിയുടെ വെഡ്ഡിങ് ഈ മാസം, അതുപോലെ തന്നെ ഈ സിനിമ ഇറങ്ങിയത് കോയിൻസിഡൻ്റലി 30 കൊല്ലം ഓഗസ്റ്റ് മാസത്തിലാണ് ഈ സിനിമ ഇറങ്ങിയത്. എന്തായാലും ഇപ്പോഴും ആ പടത്തിന്റെ പാട്ട് ഹിറ്റാണ്, സിനിമ ഹിറ്റാണ്. കാണാതെ വേണ്ടി പോയി കണ്ടു നോക്കുക. പണ്ടത്തെ ലോജിക്കൊന്ന് വിചാരിച്ച് കാണേണ്ട ഒരു റൊമാൻറ്റിക് പടമാണ്, ഒരു ഫാമിലി മൂവിയാണ്, വലിയ സെറ്റ് ചെയ്ത പടമാണ്, നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പോലും പറ്റാത്ത കഥയാണ്. എന്നാലും നമുക്കങ്ങനെ കണ്ടിരിക്കാം. നല്ല പാട്ടുകൾ, നല്ലൊരു വൈബായിട്ട് നമുക്ക് സുഖമായിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഒരു 2-2.5 മണിക്കൂർ ടൈം പാസ് ആ പടം.